ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോഴാകുന്ന വീഡിയോ ഞാനിപ്പോൾ വാങ്ങിയ ബജാജ് IRX 220F എന്ന മോഡൽ ബജാജിൻ്റെ ഇൻഫ്രാറെഡ് കുക്ക്ടോപ്പിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇത് ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. 4500 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ വീഡിയോയും അതുപോലെ ഇത് നമ്മുടെ കറണ്ടിൽ കൊടുത്ത എത്രത്തോളം വാട്ട്സ് എടുക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബോക്സിൻ്റെ ഫ്രണ്ടിൽ ഫ്രൈ, ബാർബിക്യൂ, സൂപ്പ്, മാനുവൽ, ടൈമർ, പവർ, അതുപോലെ ചൂട് കൂട്ടാൻ കുറയ്ക്കാനുള്ള പ്ലസ് മൈനസ് സിമ്പിളുകൾ ഇതൊക്കെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. മോഡൽ നോക്കുക, ബജാജ് IRX 220F. പിന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ നല്ലൊരു പടം കൊടുത്തിട്ടുണ്ട്. റെഡ് കളറുള്ള ഒരു നല്ലൊരു പടമാണ്. പിന്നെ അതിനകത്ത് കേഷൻ അത് മുൻകരുതൽ എഴുതിയിട്ടുണ്ട്. അതായത് പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ ഈ പ്ലേറ്റിൽ തുടരുത് എന്നുള്ളതാണ്. കൈ നല്ല വൃത്തിയായിട്ട് പൊള്ളും. പിന്നെ അതുപോലെ വാർണിംഗ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പാചകം ചെയ്ത സമയത്ത് ആ ചുമന്ന ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് തൊടുവാൻ പാടില്ല. അതുപോലെ 22 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള പാത്രങ്ങൾ വെക്കാൻ പാടില്ല. അടിഭാഗം ബോട്ടമാണേ. അതുപോലെ പിന്നെ 6 കിലോഗ്രാമിൽ, അതായത് ഇൻക്ലൂഡിങ് കണ്ടൻറ്റ്, അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ മൊത്തം 6 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം ഇതിൽ വെക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വെച്ചാൽ അത് ഡാമേജ് ആവും. അതുപോലെ ഫാൻ, അതായത് സ്വിച്ച് ഓഫായി കഴിഞ്ഞാലും ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുക. അതായത് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ്, തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കോയിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനകത്ത് സ്വിച്ച്, ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിനകത്ത് സ്വിച്ച് ഓഫാക്കിയാലും നമ്മൾ പവർ സപ്ലൈ ഓഫാക്കരുത് എന്നാണ് ഇന്നത് പറഞ്ഞേക്കുന്നത്. അത് തണുക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. അത് ഇൻഡക്ഷൻ കുക്കറിനും അതുപോലെ തന്നെയാണ്. ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിനും അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഉള്ളത്. 3 പ്രീസെറ്റ് ഓപ്ഷൻസുകളും അതുപോലെ 11 ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതിനകത്തുണ്ട്. പിന്നെ വോൾട്ടേജ് പ്രോ, വേരിയബിൾ ടൈം ടെമ്പറേച്ചർ, പവർ സെലക്ഷൻ, കൂൾ ടച്ച് കൺട്രോൾസ്, ഡിജിറ്റൽ ഡിസ്പ്ലേ വിത്ത് ബാർബിക്യൂ സെറ്റ്, ചൈൽഡ് ലോക്ക്, 1 ഇയർ വാറണ്ടി. അതുപോലെ വർക്കിംഗ് വോൾട്ടേജ് റേഞ്ച് ബിറ്റ്വീൻ 110 വോൾട്ട് 270, 110 വോൾട്ട് മുതൽ 275 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ 230 വോൾട്ടാണ്. പിന്നെ സ്യൂട്ടബിൾ ഫോർ ആ ടൈപ്പ് കുക്കിംഗ് വെസൽസ്, എല്ലാ ടൈപ്പ് തരത്തിലുള്ള പാത്രങ്ങൾ ഇതിനകത്ത് വെക്കാൻ സാധിക്കും. നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് നന്നായിട്ട് പാക്ക് ചെയ്താണ് വന്നേക്കുന്നത്. ഗ്രില്ലിൻ്റെ ഒരു സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാറ്റലോഗ്, വാറണ്ടി കാർഡ്, പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. കാറ്റലോഗിനകത്ത് എങ്ങനെയുള്ള പാത്രങ്ങളാണ് വെക്കേണ്ടത്, ഏത് രീതിയിലുള്ള പാത്രങ്ങൾ എങ്ങനെ വെക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് വായിച്ച് നോക്കുക. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 6 സെൻറ്റിമീറ്റർ തൊട്ട് 20 സെൻറ്റിമീറ്റർ വരെയുള്ള പാത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ കൂടുതൽ വലിപ്പമുള്ളത് വെക്കരുത്, അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞൊന്നും വെക്കരുത്. പിന്നെ വെയിറ്റ്, നമ്മൾ വെക്കുന്ന സാധനങ്ങൾ മൊത്തം 6 കിലോഗ്രാമിൽ കൂടുതരുത്. 6 കിലോഗ്രാം വെക്കാനുള്ള കപ്പാസിറ്റി ഇതിനുള്ളൂ. പിന്നെ അടിഭാഗം പരന്ന പാത്രങ്ങളാണ് കുറച്ചുകൂടെ നല്ലത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ട്, ഇനാമൽ, അയൺ കെറ്റിൽ, അയൺ പ്ലേറ്റ്, അയൺ പാന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഫാനിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ കോഡ് അതിൻ്റെ ബാക്ക് സൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂട് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഒരു നോബുണ്ട്. 200 മുതൽ 2200 വരെ നമുക്ക് ചൂട് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു 2 കൈപ്പിടി കൊടുത്തിട്ടുണ്ട് 2 സൈഡിലുമായിട്ട്. പിന്നെ ഒരു ഡിസ്പ്ലേ. നമുക്ക് എന്തായാലും ഒരു പാത്രം വെച്ച് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര സമയം കൊണ്ട് തിളയ്ക്കും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതും ബജാജിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് 2100 വാട്ട്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് ഏകദേശം 3000 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. 2100 ഇതിൻ്റെ വാട്ട്സ്.
ഇത് 2200 വാട്ട്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി. വെള്ളം നല്ല വൃത്തിയിൽ ചൂടായിട്ടുണ്ട്. ഇൻഫ്രാറെഡ് ഞാൻ ഓഫാക്കി. ഇൻഫ്രാറെഡ് ഓഫാക്കിയിട്ട് വെള്ളം തിളക്കി നോക്കുക. അത്രയും സമയം ഇതിനകത്ത് ചൂട് കിടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല ചൂട് കുറേ സമയം ഇതിനകത്ത് നിൽക്കും. ഏകദേശം 2 മിനിറ്റോളം ഇത് സ്വിച്ച് ഓഫ് ആക്കിയിട്ടും 2 മിനിറ്റോളം വെള്ളം ഇങ്ങനെ തിളക്കിയാണ്. അതായത് നമുക്ക് തിളയ്ക്കുന്നതിന് ഏകദേശം തൊട്ട് മുമ്പ് ഈ ഇൻഫ്രാറെഡ് ഓഫാക്കിയാൽ ഒരു കുഴപ്പമില്ല, വെള്ളം കിടന്ന് തിളച്ചോളും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തിളയ്ക്കുന്നതിന് ഒരു മിനിറ്റ് മുമ്പേ നമുക്ക് ഇൻഫ്രാറെഡ് ഓഫാക്കാം. അങ്ങനെ നമുക്ക് പവർ സേവ് ചെയ്യാൻ സാധിക്കും. ചായയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. വലിയ രീതിയിൽ ഇൻഫ്രാറെഡ് ഇൻഡക്ഷൻ കുക്കറിനേക്കാളും കൂടുതൽ കറണ്ടൊന്നും എടുക്കത്തില്ല. നോക്ക്, ഇപ്പോഴും കിടന്ന് തിളക്കി നോക്ക്. ഇപ്പോൾ ഓഫാക്കി. പവർ കൺസംഷൻ ഇല്ല. ഓൺലി ഫാനിൻ്റെ മാത്രമാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. വേറെ 4 വാട്ട്സ് മാത്രമാണ്. നമുക്ക് ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ടാണ് തിളച്ചത്. 3 മിനിറ്റ് തിളച്ചിട്ട് നമ്മൾ ഓഫാക്കിയിട്ട് പിന്നെ 2 മിനിറ്റ് വെള്ളം ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നല്ലൊരു ചൂട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇതിനകത്ത്. മെറ്റലിൻ്റെ കൂടെ ടബയെന്ന് പറഞ്ഞാൽ ചൂടങ്ങ് ഓഫായി പോകത്തില്ല. അങ്ങനെ ഒരു ഗുണം ഈ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിന് ഉണ്ട്. നോക്ക് ഫ്രണ്ട്സ്, ഞാൻ ഇതിനകത്തേക്ക് എനർജി മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് എത്ര പവർ കൺസപ്ഷൻ ഓരോ റീഡിങ്ങിലും എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. 200 മുതൽ 2200 വരെ 11 സ്റ്റേജുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ നോബ് തിരിക്കുന്നതനുസരിച്ച് ഓരോ റീഡിങ് നമുക്ക് കാണാൻ പറ്റും. 200 ഏറ്റവും ചൂട് കുറവ്, 2200 ഏറ്റവും ടോപ്പ് ചൂട്. അങ്ങനെ നമുക്ക് നോബ് തിരിച്ച് നമുക്ക് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 1400 ആണെങ്കിൽ നമുക്ക് നമ്മുടെ എനർജി മീറ്ററിനകത്ത് എത്ര റീഡിങ് നമുക്ക് നോക്കാം. 1600 വാട്ട്സാണ് എടുക്കുന്നത്. 1400-നകത്ത് ഏകദേശം 1600 വാട്ട്സാണ് എടുക്കുന്നത്. അപ്പോൾ 1600 നമുക്ക് എത്ര കൺസംഷൻ എടുക്കുമെന്ന് നോക്കാം. 1600 1805 അല്ലെങ്കിൽ 1800 ആ ഒരു എറൗണ്ട് വാട്ട്സാണ് എടുക്കുന്നത്. ഈ 1800 റീഡിങ്ങിൽ 1929 വാട്ട്സാണ് എടുക്കുന്നത്. ഈ 2000-ൽ 2006 2005 ആ ഒരു വാട്ട്സാണ് എടുക്കുന്നത്. 2200-ൽ അതായത് മാക്സിമം പവർ 2200-ൽ 2115 വാട്ട്സാണ് എടുക്കുന്നത്. അങ്ങനെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിലെ പവർ പ്ലഗിനകത്ത് ഞാനൊരു ടെമ്പററി ആയിട്ട് ഒരു വയറ് ഇങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ എനർജി മീറ്ററിൽ ചെയ്തേക്കുന്നത്. ഇത് ഒരു അറിയാവുന്ന ആൾക്കാർ മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് വെച്ച് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുകയാണ് ഒരു എനർജി മീറ്റർ കയ്യിലുണ്ടെങ്കിൽ. ഇപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ എക്സ്റ്റൻഷൻ ബോർഡ് ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. അറിയാത്തവരിങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. നല്ല പവറാണ്, എനർജിയാണ്. ഷോക്ക് അടിച്ചാൽ അത് ശ്രദ്ധിക്കുക. കുട്ടികളാരും ഇത് ചെയ്ത് നോക്കരുത്. അറിയാവുന്നവർ മാത്രം ചെയ്ത് നോക്കുക. അതും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുകയും വേണം. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ എത്ര ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ കൂട്ടാണോ ഇൻഫ്രാറെഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആണ് ഞാനിത് ചെയ്ത് നോക്കിയത്. ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഇൻഫ്രാറെഡിൻ്റെ കൂട്ടല്ല, ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൻ്റെ കൂട്ട് അല്ല ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. ഇൻഡക്ഷൻ കുക്കറിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ നമ്മൾ പവർ മറ്റേ ചൂട് കുറയ്ക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ വാട്ട്സ് കുറയുന്നില്ല. ജസ്റ്റ് ആ ഒരു സൈക്ലിങ് മാത്രമാണ് അത് കുറയുന്നത്. അതായത് സമയം ഒരു നിശ്ചിത സമയത്തേക്ക് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, വാട്ട്സ് കുറയുന്നുണ്ട്. ഓരോ റീഡിങ്ങിലും വാട്ട്സ് കുറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ലൈവായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ എത്രത്തോളം കുറയുന്നുണ്ട്. ഓരോ യൂണിറ്റിലും എത്രത്തോളം വാട്ട്സ് കുറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഈ വീഡിയോ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ നോബ് തിരിക്കുന്നതനുസരിച്ച് എത്രത്തോളം വാട്ട്സ് നമുക്ക് കറക്റ്റ് ആക്ച്വൽ വാട്ട്സ്, ശരിയായ വാട്ട്സ് എത്ര
ആണ് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം 200 വാട്ട്സിനകത്ത് ഒരിക്കലും 200 വാട്ട്സ് അല്ല. 200 വാട്ട്സിനകത്ത് ഏകദേശം ഒരു 370ഓളം വാട്ട്സ് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ വിചാരിക്കും ഇതിനകത്ത് കിടക്കുന്നത് സെയിം റീഡിങ്ങിൽ സെയിം വാട്ട്സ് ആണ്. അത് ഒരിക്കലും അല്ല. സെയിം റീഡിങ്ങിൽ 200-ൽ 370 വാട്ട്സ്, അല്ലെങ്കിൽ 400-ൽ 640 വാട്ട്സ്, 600-ൽ 844 വാട്ട്സ്, 800-ൽ 1080 വാട്ട്സ്, 1000-ൽ 1276 വാട്ട്സ്, 1200-ൽ 1470 വാട്ട്സ്, 1400-ൽ 1616 വാട്ട്സ്, 1600-ൽ 1800 വാട്ട്സ്, 1800-ൽ 1925 വാട്ട്സ്, 2000-ൽ 2005 വാട്ട്സ്, 2200-ൽ 2115 വാട്ട്സ്. ഇങ്ങനെയാണ് റീഡിങ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും, എത്രത്തോളം മാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പവർ കൺസംഷൻ ആവും എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ക്ഷമയോടുകൂടി എൻ്റെ വീഡിയോ വായിച്ചതിന് നന്ദി. താങ്ക് യു. ഇതിൽ കിണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം പവർ കൺസപ്ഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം, നമുക്ക് മനസ്സിലായി. ഇതിനകത്ത് എനർജി മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് സമയമായി, ഏകദേശം ആ തുടക്ക സമയത്ത് നമുക്കൊരു 2200 വാട്ട്സിൽ നമ്മൾക്ക് ഇത് ഓടിക്കും, 2000 നല്ല തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നീട് നമുക്ക് ചൂട് വളരെ കുറയ്ക്കാം. അപ്പോൾ ഇത് കിണ്ണിയപ്പം പാകമായതിനു ശേഷം നമുക്ക് എത്ര എനർജി നമുക്ക് കൺസപ്ഷനകത്തുണ്ടാകും നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇത് എനർജി മീറ്റർ 0-ൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പാചകം ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 200 വാട്ട്സോളം നമുക്ക് ഇതിനകത്തായിട്ടുണ്ട്. അതായത് 0.2 യൂണിറ്റ്. ഇനിയും കുറേ സമയം എടുക്കും. ഇതിൽ നമുക്ക് ടോട്ടൽ എടുക്കുന്ന വാട്ട്സ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ എത്ര സമയം കൊണ്ടാണ് കുക്ക് ചെയ്തെന്ന് അറിയാൻ പറ്റും. പിന്നെ എത്ര എനർജി കൺസപ്ഷൻ ഉണ്ടായെന്ന് നമുക്കറിയാൻ പറ്റും. കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് എത്രത്തോളം പവർ കൺസപ്ഷൻ നമുക്ക് എടുത്തു എന്ന് നമുക്ക് നോക്കാം. എല്ലാം പാചകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇത്രയും പീസ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കി. ഇനി എനർജി കൺസപ്ഷൻ എത്രയാണെന്ന് നമുക്ക് നോക്കാം. മീറ്ററിലേക്ക് നോക്കുമ്പം 46 മിനിറ്റ്, ഏകദേശം 45 മിനിറ്റോളം നമുക്ക് ഇതിനകത്ത് കുക്കിങ്ങിന് ചിലവായിട്ടുണ്ട്. 45 മിനിറ്റ് നമ്മൾ 2000 വെച്ചല്ല, ചിലപ്പോൾ അതിന് കുറച്ച് സമയം നമ്മൾ 2200 ഇട്ടതിന് ശേഷം പിന്നീട് 400-ലും 600-ലും ഒക്കെ ഇടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പവർ കൺസപ്ഷൻ കുറയുന്നത്. 0.579 യൂണിറ്റിന് നമുക്ക് സാധാരണഗതിയിൽ ഒരു 3 തൊട്ട് 2.5 രൂപ തൊട്ട് 3 വരെ നമുക്ക് പവർ കൺസപ്ഷൻ ആവും. അതായത് സാധാരണഗതിയിൽ നമ്മുടെ എനർജി കൺസപ്ഷൻ യൂണിറ്റ് നിരക്ക് സാധാരണ വീടുകളിലേക്കുള്ളത് 4 രൂപ തൊട്ട് 6 രൂപ വരെയാണ്. പിന്നെ സ്ലാബ് മാറുന്നതനുസരിച്ച് മാറും. എന്നാലും നോർമൽ നിരക്ക് 4 രൂപ തൊട്ട് 6 രൂപ വരെയാണ്. ഇപ്പം ഇത് അര യൂണിറ്റ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 2 രൂപ തൊട്ട് 3 രൂപ വരെയാണ് നമുക്ക് ഇത്രയും ഒരു കുക്കിങ്ങാണുള്ളത് നമുക്ക് ചിലവാകുന്നത്.